ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇതാ നമ്മൾ രാവിലെ തന്നെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പോത്തപ്പന്മാരൊക്കെ കിടക്കുന്നത് കണ്ട. അപ്പോൾ ഇതാ അപ്പോൾ പശുവിൻ്റെ അടുത്തുണ്ട് കേട്ടോ. അവിടെ കൊതുക് തിരികെ കൊളുത്തി വയ്ക്കലാണ് അപ്പൂൻ്റെ ഇന്നത്തെ പരിപാടി. അവിടെ കുഞ്ഞു പശുവൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ബ്രഷ് ചെയ്തിട്ട് വരുമ്പോഴേക്കും അപ്പോൾ ഇവിടെയൊക്കെ വൃത്തിയാക്കി വയ്ക്കും. എന്താ പാൽപ്പാത്രമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കാണാതെ പോയ കപ്പ് കിട്ടി അല്ലേ പൂ? കൊതുക് തിരി മണക്കാണ്. വായി പൊള്ളി പോവും. അവിടെ ബാക്കിൽ വയ്ക്കുക പൂ. ഇതവിടെ അവിടെയല്ല പറഞ്ഞു, ബാക്കിൽ വന്നാൽ അവിടെ നീ നിൽക്കണതിൻ്റെ അവിടെ തലൻ്റെ അവിടെ കൊണ്ട് വെക്കാണ്ട് ബാക്കിൽ വെക്കാൻ മതി. അപ്പൂൻ്റെ ആ കുപ്പിയുണ്ട് ഇവിടെ, എടുത്തേറ്റേ. ഇതാ അവിടെ കിടക്കുന്നുണ്ട്. ഇതാണ് അപ്പൂൻ്റെ കുപ്പി, മണ്ണ് നിറച്ച് വെച്ച കുപ്പി. രാവിലെ എനിക്ക് കൊതുക് തിരി കൊളുത്തി വെച്ചില്ലെങ്കിൽ പാല് ഇറക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ കൊമ്പ് കൊണ്ട് കുലുക്കും. അങ്ങനെ പിന്നെ എനിക്ക് പേടി. നമ്മൾ വാല് കൊണ്ട് നല്ല അലക്കലക്കും. രണ്ടും കുപ്പിയിൽ തന്നെ ആക്കി വെക്കും. ഊതിയിട്ട് അങ്ങനെ ആവോ? കത്തിച്ചിട്ട് വരണ തീപ്പെട്ടിയൊക്കെ ഉള്ളിലായിരിക്കില്ലേ? അപ്പോൾ രാവിലെ നമ്മളിവിടെയൊക്കെ എണീക്കുന്നത് ഒരു 5:30 ആ സമയത്തൊക്കെയാണ്. ഇന്ന് 5:45. ചില സമയത്തൊക്കെ 5:30 എന്നുള്ളത് 5:45, ചിലപ്പോൾ 6 മണിൻ്റെ അടുത്തൊക്കെ ആവുണ്ടായി. തണുപ്പായതുകൊണ്ടൊന്ന് ഉറങ്ങിപ്പോവും. പിന്നെ മിക്കൂസ് സഹിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തായാലും കുറച്ചും കൂടെ ലേറ്റ് ആവും. ഭയങ്കര കാറ്റടിച്ചിട്ട് പോയാൽ നല്ല കാറ്റ്. കാരണം ഇവിടെ 4 സൈഡും ഫുൾ ഓപ്പൺ ആയതുകൊണ്ട് ഭയങ്കര കാറ്റ്, തണുത്ത് വിറക്കുന്നുണ്ട്. അപ്പോൾ ഇതാ വളമൊക്കെ അതിൻ്റെ കുഞ്ഞിപ്പശു റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ പാല് കറക്കൽ പരിപാടിയിലേക്ക് കടക്കാൻ പോവുകയാണ്. അതിൻ്റെ മുമ്പ് ആദ്യം നമ്മൾ തൊഴുത്തൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ തോട്ടി കൊണ്ടുപോകണം മേയ്ക്കുന്നൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല. കാരണം ഇപ്പോൾ നമ്മൾ പുറത്ത് എവിടെയും പോകാത്തത് കൊണ്ടാണ് കേട്ടോ. പിന്നെ അപ്പൂൻ്റെ അച്ഛൻ കൊണ്ടുപോയിട്ട് രാവിലെ കഴുകി മേച്ചിടയ്ക്ക് കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ ഇന്ന് പറ്റിയ അവളെ കൊണ്ടുപോകുന്നതും തോട്ടിൽ കൊണ്ടുപോയി കഴുകുന്നതും ഒക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. നമ്മൾ അകിട് വെക്കുവായതിനു ശേഷം അങ്ങനെ അവളെ തോട്ടിക്കൊന്നും അധികം കൊണ്ടുപോയിട്ടില്ല. ഇപ്പോൾ 2 ദിവസമായിട്ടാണ്, ഇന്നലെയാണ് കൊണ്ടുപോയിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. കുഞ്ഞു പശുവിനെ കൊണ്ടുപോകണം. കുഞ്ഞു പശുവിനെ കൊണ്ടുപോകണമെങ്കിൽ പോത്തപ്പന്മാരെ ആദ്യം നമുക്ക് കൊണ്ടുപോയി വന്ന് കെട്ടിയിട്ടതിന് ശേഷമേ പോകാൻ പറ്റുള്ളൂ. പോത്തിനും പശുവിനും എല്ലാം കൂടെ നമുക്ക് കൊണ്ടുപോയി നടക്കില്ല കേട്ടോ. ഇനി നമുക്ക് അഴിച്ച് വിട്ടിട്ട് നമുക്ക് പാലിറക്കാം കേട്ടോ. കുട്ടീനെ ആദ്യം നന്നായിട്ട് കുടിപ്പിക്കണതൊക്കെ ഇപ്പോൾ അപ്പൂൻ്റെ പണിയാണ്. ഞാൻ കുടിപ്പിച്ച് കഴിഞ്ഞാൽ ചുരന്നില്ല എന്നൊക്കെ പറയും ചിലപ്പോൾ. അപ്പോൾ ഇപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് അപ്പൂണ് ചെയ്യുന്നത്. കയറൊന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ വലിക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം പാല് ഇറപ്പിക്കാം. കെട്ടിയിടാനല്ലേ വെള്ളം നന്നായി ചുരുക്കി കെട്ടിയില്ലെങ്കിൽ അവളെയും ചുരുക്കിയായിരുന്നു. കാരണം എന്താ പറഞ്ഞാൽ അവൾ ഈ അറ്റം വരെ, കുട്ടി നിൽക്കണതിൻ്റെ ഈ അറ്റം വരെ വരും കേട്ടോ കറക്കുമ്പോൾ. അപ്പോൾ അവൾ ബാക്ക് കൂടെ പാല് കുടിക്കും. അപ്പോൾ അവൾ തൊഴിക്കുന്നത് കുട്ടീനെ ആയിരിക്കില്ല, നമ്മളെ ആയിരിക്കുന്നത് മാത്രം കേട്ടോ. അപ്പോൾ അവളെ അഴിച്ച് കെട്ടേണ്ടത്. അപ്പോൾ നമ്മൾ പാല് ഇറക്കുന്ന വീഡിയോ ഡെയിലി ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ കറക്കാൻ പോകണം. അപ്പോൾ കറക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ എടുക്കാം കേട്ടോ. കറന്ന് കഴിഞ്ഞ് ഇവനെ മേയ്ക്കാൻ കൊണ്ടുപോകുന്നതും പിന്നെ നമ്മൾ കറന്ന് കഴിഞ്ഞാൽ പുറത്തു കൊണ്ടുപോയി കെട്ടിയിടും കേട്ടോ. നേരമൊക്കെ നന്നായി വെളുത്ത് ഒരു വെയിലാവില്ല, ഒരു 7-8 മണിയൊക്കെ ആകുമ്പോൾ ചെറിയൊരു ഇളം വെയിൽ വരുമ്പോഴാണ് നമ്മൾ ഇവരെ പുറത്തു കൊണ്ടുപോയി കെട്ടുക കേട്ടോ. പാലൊക്കെ സൊസൈറ്റി കൊണ്ട് കൊടുത്തിട്ട് വന്നതിന് ശേഷം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് പഴയ പോലെ പാല് കിട്ടുന്നില്ലെങ്കിൽ അതിനൊരു 1/2 ലിറ്ററിൻ്റെ ഒക്കെ കുറവേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പാല് ഇറക്കട്ടെ. കഴുകിയ അപ്പോൾ കഴുകി അത് തുടയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറക്കാൻ പോവുകയാണ്. അപ്പോൾ കറന്ന് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ അപ്പൂ പാലിറക്കുന്ന സമയം കൊണ്ട് ഞാൻ തൊഴുത്തല്ല നമ്മുടെ പോത്തുകൾ കിടക്കുന്നവിടെ ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു. കാരണം പുല്ലുകൂട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവർക്ക് നിലത്തല്ലേ വൈക്കോലിട്ട് കൊടുക്കും. അപ്പോൾ അവന്മാർ ആ വൈക്കോലിലേക്ക് ചവിട്ടി മിതിച്ച് കുറച്ചൊക്കെ വലിച്ചിട്ട് അതിലൊക്കെ വളം ഇട്ട് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെയാണ് കുറേ വൈക്കോല് വേസ്റ്റ് ആവുന്നത്. അപ്പം ഞാൻ അപ്പൂൻ്റെ പാല് കറവ് കഴിയുമ്പോഴേക്കും അവിടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പണി കഴിഞ്ഞില്ലേ. പിന്നെ പാലൊക്കെ കൊടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ അവന്മാരെ അഴിച്ച് കിട്ടാൻ മാത്രം മതി. അല്ലെങ്കിൽ പിന്നെ അവന്മാരെ അഴിക്കുന്ന സമയത്ത് അവിടെയൊക്കെ ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പം ഞാൻ വളമൊക്കെ കൈക്കോട്ട് കൊണ്ട് കോരി നിറയെ വൈക്കോല് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അതൊക്കെ ഇങ്ങനെ കത്തിക്കണം വെച്ചിട്ട്. അപ്പോൾ നമ്മൾ വളമൊക്കെ വാരിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ.
വളവും വൈക്കോലും പിന്നെ അവർ നിൽക്കുന്ന അവിടെ തന്നെ മൂത്രം ഒഴിച്ചിട്ട് ഏകദേശം അവിടെ നല്ല ചളി പോലെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ മാത്രം നമ്മൾ വൈക്കോലിട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ പോത്തപ്പന്മാരൊക്കെ കിടപ്പിലാണ്, ഒക്കെ കിടപ്പാണ്. അതിൻ്റെ സൈഡ് കൂടിയാണ് കേട്ടോ ഞാൻ വളമൊക്കെ വരുന്നത്. പിന്നെ നമ്മളുടെ പോത്ത് നോക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. വിലയൊത്തു പോകാത്തത് കൊണ്ട് നമ്മൾ കൊടുക്കാത്തതാണ്. ചിലവർ പിന്നെ വിലയും പറയില്ല കേട്ടോ, വന്ന് വെറുതെ നോക്കിയിട്ട് പോവും. അപ്പം ഞാൻ എന്താ ക്ലീനിങ് പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇരുന്ന് പാല് ഇറക്കുന്നുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ ഗുണ്ടൻ എണീറ്റു. ഞാൻ ഫോൺ ഒരുപാട് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് നല്ല പക്കാവായിട്ട് വീഡിയോ എടുക്കാം. ഒന്നാമത് ഇരുട്ടുമാണ്, നേരം പുലർന്നിട്ടുമില്ല. പിന്നെ വളം വാരി അപ്പുറത്തെ സൈഡ് കൊണ്ട് ഇടുന്നുണ്ട് കേട്ടോ. കൈക്കോട്ടിൽ തന്നെയാണ് നമ്മൾ വളമൊക്കെ വാരുന്നത്. ഇതും ഒരു പണി തന്നെയാണ്, നമുക്ക് വളം വാരലും ക്ലീൻ ചെയ്യലും. കാരണം പോത്തും പശുവുള്ളവിടെയൊക്കെ മെയിൻ പരിപാടി ഇത് തന്നെയായിരിക്കും. അപ്പോൾ നമ്മളുടെ നടുക്കഷ്ണം പോത്ത് എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ. അവൻ അടിച്ചു കഴിഞ്ഞാൽ ഫോണിന് പണി കിട്ടും. അതുകൊണ്ട് ഇപ്പോൾ നിൽക്കുന്നവിടെ വെക്കാനും പറ്റില്ലേ. നമ്മളത് വളമൊക്കെ അവിടെ വാരിയിട്ടുണ്ട് കേട്ടോ. അവൻ 2 വാരം വെച്ചിട്ടുണ്ട്. നമുക്കിനി ഈ വൈക്കോലില്ലേ തീ വെക്കാനാണ് കേട്ടോ. കാരണം കുറേ ആയിട്ട് ഇങ്ങനെ കിടക്കില്ല. ഇപ്പം ഫുള്ള് നമുക്കിത് തീ വെക്കാം കേട്ടോ. അപ്പോൾ പാല് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കയ്യിൽ എണ്ണയും പിടിച്ചിട്ടിരിക്കുകയാണ് 2 കൈക്ക് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാല് പറഞ്ഞു കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ രണ്ടാമത് ആരാത്? ഹായ് പറയ്, ഹായ് കൂട്ടുകാരെ പറയ്. കൂട്ടുകാരെ ഞാൻ ഉറങ്ങി എണീറ്റു. നേരത്തെ എണിച്ച് വന്നിരിക്കുകയാണ് ആശാൻ അല്ലേ? എന്തിനു വന്നാണ്? എന്തിന്? പശുവിനെ പാപ്പൂച്ചപ്പം എന്താണ് വിടട്ടെ? പശുവിൻ്റെ പാപ്പൂച്ചനാ. അപ്പൊ കേക്കണ്ട? പാപ്പു കുച്ചാൻ വന്നാണ് അത്രേ. സത്യന് പാപ്പു വേണ്ടേ പശുവിൻ്റെ? വാവൊന്നുമില്ല, നീ കുച്ചോട്ടാ. എല്ലാവർക്കും ഒരു ഹായ് പറയ്, ഗുഡ് മോർണിംഗ് പറയ്. ആ മമ്മ ഗുഡ് മോർണിംഗ് പറയ്. ഗുഡ് മോർണിംഗ്. ഫൈറ്റാണ് രാവിലെ എണിച്ചത്, ഫൈറ്റാണ്. അതിൽ മിക്കുവോ ഉണ്ട് ഫുൾ കൈ ബനിയനും പാൻറ്റൊക്കെയാണ് ഇട്ടിരിക്കുന്നതിൽ. മിക്കുവോ തണുപ്പുണ്ടാ? ഇവന് തണുപ്പൊന്നുമില്ല. നമ്മൾ തണുത്ത് പറിക്കുമ്പോൾ പുതപ്പില്ലാണ്ടാ കിടക്കുക. കാറ്റുണ്ട്, അപ്പോൾ തണുപ്പില്ല, കാറ്റുണ്ട് അത്രേ. സത്യമുണ്ട്. ആടെ എന്താ ചെയ്യുന്നത്? ആ സൈഡിൽ വെച്ചത് കണ്ടു. എനിക്കറിയില്ല, അപ്പു തന്നെയില്ലേ. തുണി കാണാണ്ട് തിരഞ്ഞതാ കിട്ടി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് നമ്മൾ ഇടുന്ന വീഡിയോസ് ഡെയിലി നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ കൂട്ടുകാരെ.